നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിൻസി, ന്യൂസിലൻഡിൽ നിന്ന്. ഇന്നത്തെ വീഡിയോ ചൈനീസ് ലാൻറ്റേൺ ഫെസ്റ്റിവലിനെ കുറിച്ചുള്ളതാണ്. ചൈനീസ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് എല്ലാ വർഷവും 4-5 ദിവസം ഇതുപോലെ ലാൻറ്റേൺ ഫെസ്റ്റിവൽ നടത്താറുണ്ട് ന്യൂസിലൻഡിൽ. ന്യൂസിലൻഡ് എന്ന് പറഞ്ഞെങ്കിൽ എല്ലാ കൾച്ചറിനെയും വെൽക്കം ചെയ്യുന്നതും എല്ലാ കൾച്ചറിനും അവരുടെ ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചൈനീസ് ലാൻറ്റേൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞെങ്കിൽ വളരെ പ്രസിദ്ധമാണ്. സ്പോർട്സ് പോളിലായിരുന്നു ഈ വർഷം. ധാരാളം ലാൻറ്റേൺസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ കൾച്ചറിനെ ഒക്കെ അറിയിക്കുന്ന പോലത്തെ ഒത്തിരി ലാൻറ്റേൺസ് ഉണ്ടായിരുന്നു. പിന്നെ വെടിക്കെട്ടുണ്ടായിരുന്നു. അതുപോലെ ധാരാളം ഫുഡ് സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഏഷ്യൻ ഫുഡും അതുപോലെ പസഫിക്ക ഫുഡും അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള പല വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം ഫാമിലിയായിട്ട് പോയി ഇന്ന് ഒരു ദിവസം കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു ഈ ലാൻറ്റേൺ ഫെസ്റ്റിവൽ. വലിയ ജനാവലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 കൂട്ടരായിട്ട് പോയത്. പക്ഷേ നമ്മൾ ഫ്രണ്ട്സ് പോയിട്ട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ പോലും പറ്റിയില്ല. അത്രയും ജനാവലി ഉണ്ടായിരുന്നു. അതുപോലെ പല ഷട്ടിൽ സർവീസുകളുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും. അപ്പോൾ അതുകൊണ്ടൊക്കെ എളുപ്പമായിരുന്നു ആളുകൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടി. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത് നടന്നത് സെൻട്രൽ ഓക്ലൻഡിലായിരുന്നു. അവിടേക്കോട്ടുള്ള ജനത്തിർക്കൊക്കെ കാരണമായിരിക്കണം ഈ വർഷവും കഴിഞ്ഞ വർഷവും 2 വർഷമായിട്ട് ഇപ്പോൾ ഈ സൗത്ത് ഓക്ലൻഡിലാണ് നടക്കുന്നത്. അപ്പോൾ പലർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും, ചൈനീസ് കലണ്ടർ ഇയറിൽ ഓരോ വർഷവും ഓരോ ആനിമലിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ വർഷം അത് സ്നേക്കിനെയാണ്, ഇയർ ഓഫ് സ്നേക്ക് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം അത് ഇയർ ഓഫ് ഡ്രാഗൺ ആയിരുന്നു. അപ്പോൾ ഈ വർഷം ഓരോ വർഷം ജനിക്കുന്നവർക്ക് ഇതുപോലെ ആ വർഷത്തെ ജന്തുക്കളുടെ ഒരു പ്രത്യേകതയൊക്കെ കാണുമെന്നൊക്കെ പറയും. അതൊക്കെ അവിടെ കിടക്കട്ടെ. എങ്ങനെയാണെങ്കിലും ഈ ലാൻറ്റേൺ ഫെസ്റ്റിവൽ കാണാത്തവർക്കായി ഞാനിവിടെ സമർപ്പിക്കുന്നു. ബൈ.